ഗൈസ്, അപ്പോൾ വീണ്ടും എൻ്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗാണ്. ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പോകുന്ന പോക്കാണ് ഈ കാണുന്നത് കേട്ടോ. അന്ന് പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. അപ്പോൾ കാണുമ്പോഴാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇതേ കാണുന്ന കേട്ടോ. ബാനോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ ജർമ്മനിയിലെ സ്പ്രിംഗ് സീസൺ ആണ്. അതിന്റെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ബാ മതി, കടയിൽ പോണ്ടേ? അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം? അടിപൊളിയല്ലേ? ഞാൻ ഇവിടെ വന്ന് ഇരുന്നിട്ടേ സമയം പോയത് അറിഞ്ഞില്ല. 3 മണിക്ക് വന്നതാ. സമയം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ 6 മണി 6:30 അങ്ങനെ കൂട്ടുകാരി പറഞ്ഞപ്പോഴാട്ടോ ഞാൻ സമയം നോക്കി തന്നെ. അവിടെ കളിച്ചിരുന്ന ഞാനിപ്പോൾ എന്തിനാ വന്നതെന്ന് പോലും ഞാൻ മറന്നു. ഞാനിവിടെ വന്നേക്കുന്നത് ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ്. സോ ഞാനിവിടെ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് പോയ ഒരു കടയിലോട്ടാട്ടോ അപ്പോൾ ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ചെറിയ ചുരുക്കമായിട്ടുള്ള രീതിയിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അതാട്ടോ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ ഞാനിവിടെ ഒരു മോളുണ്ട് ഞങ്ങൾക്ക്. അവിടെയാണ് ഇതിൻ്റെ കുറേ സൂപ്പർ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതാണ് അൽദി. കാണുന്നതാണ് കേട്ടോ അരികള്. ഞാനിവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് ഇതാണ്. ഈ റൈസാണ്. നാട്ടിലത്തെ റൈസൊക്കെ പോലെ ഇരിക്കും. പാർബോയിൽഡ് റൈസ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ കാണിക്കുന്ന സാധനം ജർമ്മനി പോലുള്ള സ്ഥലങ്ങൾ, യൂറോപ്യൻ കൺട്രീസിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ വരുന്നവരാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ് ടോയ്ലറ്റ് പേപ്പർ. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇത്, ടോയ്ലറ്റ് പേപ്പർ. നമ്മുടെ ഇവിടെയൊക്കെ രാവിലെ പുട്ടും ദോശയൊന്നുമല്ല കിട്ടുന്നത്. ഈ വക സാധനങ്ങളാണ്. ഇതിനാണ് സലാമി എന്ന് പറയുന്നത്. സലാമി, ചീസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മോർണിംഗ് ഭക്ഷണങ്ങൾ. ഇതൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ആദ്യമൊന്നും ബുദ്ധിമുട്ടാവും, പിന്നെ അങ്ങ് ശീലിച്ചോളും.
അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ കാട്ടുന്ന കോപ്രായങ്ങളൊക്കെ. അങ്ങനെ സാധനങ്ങളൊക്കെ ആയി തിരിച്ചു പോവാണ്. കഴിഞ്ഞു ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ചെല്ലുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കിടന്നുറങ്ങുന്നു. നാളെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു. ബൈ.